മനീഷ് നേരത്തെ പറഞ്ഞൊന്നും ആളിൽ കേട്ടില്ല. ഇപ്പൊ വേമ്പനാട്ട് കായലിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് വേമ്പനാട്ട് കായലും ഈ പുന്നമട കായലും തമ്മിലുള്ള പ്രശ്നം? എസ് കെ ഈ കായലെന്ന് പറയുന്ന 3 ജില്ലകളിൽ പരന്നു കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ കായല് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. ഒപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും വീതി കൂടിയ കായൽ കൂടിയാണ്. നമുക്ക് കാണാൻ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടോളൂ വേമ്പനാട്ട് കായലിന്റെ. പറഞ്ഞോളൂ. അപ്പൊ ഇത് നമുക്ക് ഇവിടത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഹൗസ് ബോട്ടിലും അതിലൊക്കെ വരുമ്പോഴേ നമുക്ക് കര പോലും കാണാൻ പറ്റത്തില്ല. കടൽ പോലെ പരന്നു കിടക്കുന്ന ഒരു കായലാണ്. ഇവിടെ ഹൗസ് ബോട്ടിന്റെ ഒരു കൂടുതലുണ്ട്. അത് 1500ഓളം ബോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. അപ്പൊ അത്രത്തോളം ഈ തടാകം ഇങ്ങനെ മലിനമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ 750 എണ്ണമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ 1500-ലധികം ഈ പുരവഞ്ചികൾ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ തടാകം അല്ലെങ്കിൽ കായൽ മലിനമാകുന്ന ഒരു പ്രശ്നമുണ്ട്, പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. സർക്കാർ അന്വേഷിക്കത്തില്ലയോ? സർക്കാർ അന്വേഷിച്ചാൽ ഓരോ തുരുത്തുകളിലൊക്കെ കെട്ടിയിട്ട് അതിന് ഈ ഉദ്യോഗസ്ഥരും കുറവാണ്. ഇതൊക്കെ അന്വേഷിക്കാനും ഇത് ചെക്ക് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീപിടുത്തം, ചെറിയ വെള്ളം മുങ്ങിപ്പോകുന്ന അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ട് പോലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല. പണ്ട് കുമരകം അപകടം ഉണ്ടായത് ഇതേ മുഹമ്മ ഈ കായൽപ്പുറം ജെട്ടിയിലാണ് പണ്ട് കുമരകം ദുരന്തം ഉണ്ടായത്. മനുഷ്യ ഇപ്പൊ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ആലപ്പുഴയിലെ കുറച്ച് കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പുന്നമടയിലേക്കും ആളുകൾ കൂടും. അതെ, പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികളാണ് കൂടുതലും. യൂറോപ്പിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ ഈ ഒരു സമയത്ത് എത്തും. ഇത്രയും ചൂടുള്ള സമയത്ത് അവർക്ക് തണുപ്പ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതലായി എത്തും. അതുകൊണ്ട് റിസോർട്ടുകൾ, ഒപ്പം തന്നെ ഈ കായലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കായൽ ടൂറിസം മേഖലയിലെ ആൾക്കാർ ഒരു ഉത്സവകാലം കൂടിയാണ് ഈ ചൂടുകാലം. അതുകൊണ്ട് നമുക്കറിയാം പുന്നമടയിലും ഈ പറയുന്ന മുഹമ്മയിലും കൈനകരിയിലും പള്ളാത്തുരുത്തിയിലൊക്കെ ഇപ്പൊ ഒരു വിദേശ വിനോദസഞ്ചാരികളുടെ സീസണാണ്.